ഇനി നമ്മൾ ഗൈനീഷ്യത്തിൻ്റെ ക്യാരക്ടർ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈനീഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഫോർത്ത് എസെൻഷ്യൽ ഓളാണ്. ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. മെയിൻലി ഇതിനെ 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. ഓവറി എന്ന് പറയുന്നത് ബേസിലെ എൻലാർജ്ഡ് പോർഷൻ, അതിന് നടുക്ക് ഇലോങ്ങായിട്ടൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്നത് സ്റ്റൈൽ. ഈ സ്റ്റൈലിൻ്റെ മുകളിൽ പോർഷൻ ഈ സ്റ്റിഗ്മ പറഞ്ഞ ടിപ്പ് ഓഫ് ദ സ്റ്റൈലിൻ്റെ പറഞ്ഞ പേരാണ് സ്റ്റിഗ്മ. ഗൈനീഷ്യം മേ ബി മോണോ കാർപ്പിലറി ഓർ മൾട്ടി കാർപ്പിലറി ആയിരിക്കാം. കാർപ്പൽസ് എന്ന് പറയുമ്പോൾ ഗൈനീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറഞ്ഞ പേരാണ് കാർപ്പൽസ്. അപ്പോൾ ഓൺലി 1 കാർപ്പിലാണ് പ്രസൻറ്റ് എങ്കിൽ അതിൻ്റെ മോണോ കാർപ്പിലറി എന്നും, മോർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടി കാർപ്പിലറി കണ്ടീഷൻ എന്ന് പറയുന്നു. ഈ പോളി കാർപ്പിലറി അല്ലെങ്കിൽ മൾട്ടി കാർപ്പിലറി കണ്ടീഷനിൽ കാർപ്പൽസ് എല്ലാം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അപ്പോ കാർപ്പസ് കണ്ടീഷൻ എന്നും, കാർപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻകാർപ്പസ് കണ്ടീഷൻ എന്നും പറയുന്നു. പിന്നെ കൊഹീഷൻ ഓഫ് കാർപ്പൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് സാധാരണ ഇങ്ങനെ കൊഹീഷൻ ഓഫ് കാർപ്പൽസ് പഠിക്കുന്നില്ല നമ്മൾ. അതിൽ 4 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഓവറീസ് ഫ്യൂസ്ഡും സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ഫ്രീ ആയിരിക്കാം. ചില കണ്ടീഷനിൽ ഓവറി ആൻഡ് സ്റ്റൈൽ ഫ്യൂസ്ഡും സ്റ്റിഗ്മ ഫ്രീ ആയിരിക്കാം. പിന്നെ സ്റ്റിഗ്മ ഫ്യൂസ്ഡ് ആയിരിക്കാം, ഓവറി ആൻഡ് സ്റ്റൈൽ ഫ്രീ ആയിരിക്കാം. ലാസ്റ്റ് പറഞ്ഞ കണ്ടീഷനാണ് കോമൺലി എല്ലാ ഫ്ലവറിലും കാണുന്നത്. കാർപ്പൽസ് ആർ കംപ്ലീറ്റ്ലി ഫ്യൂസ്ഡ് ആയിരിക്കും. ദെൻ പ്ലാസൻറ്റേഷൻ ഇമ്പോർട്ടൻറ്റ് 1 ആണ്. ഫസ്റ്റ് പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഫസ്റ്റ് പ്ലാസൻറ്റേഷൻ എന്താണെന്ന് പറയാം. പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓവറിയിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കുഷൻ ഷേപ്ഡ് ടിഷ്യൂലാണ്. ഓവറിയിൽ ഒരു കുഷൻ ഷേപ്ഡുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ഉണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂവിന് പറയുന്ന പേരാണ് പ്ലാസൻറ്റ. ഈ പ്ലാസൻറ്റയിൽ ഓവ്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ. അപ്പോൾ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ഓവറി ഇൻ എ പ്ലാസൻറ്റ ഈസ് കോൾഡ് പ്ലാസൻറ്റേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിലോക്കുലർ ഓവറിയിലായിരിക്കും. ഈ ഓരോ പ്ലാസൻറ്റേഷനും പഠിക്കുമ്പോഴും അതിൻ്റെ ഓവ്യൂൾ എന്തൊരു കണ്ടീഷൻ, യൂണിലോക്കുലർ ആണോ മൾട്ടി ലോക്കുലർ ആണെന്നും, പിന്നെ അത് സിൻകാർപ്പസ് ആണോ അപ്പോ കാർപ്പസ് ആണോ എന്നും കൂടെ നോക്കി പോകണം നിങ്ങൾ. അപ്പോൾ മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ യൂണിലോക്കുലർ ആയിട്ടുള്ള ഒരു ഓവറിയിലായിരിക്കും. ഇവിടെ നിന്ന് പ്ലാസൻ്റ ഫോം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പയറാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഇങ്ങനെയാണ് ഇരിക്കുന്ന സീഡെങ്കിൽ അതിൻ്റെ വെൻട്രൽ സേച്ചറിലായിട്ടാണ് നമ്മൾ ഈ ഓവറിയുടെ പ്ലാസൻ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പ്ലാസൻ്റയിലായിട്ടായിരിക്കും നമ്മൾ ഓവ്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്ലാസൻറ്റേഷന് പറയുന്ന പേരാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. ദെൻ പറൈറ്റൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതും യൂണിലോക്കുലർ സിൻകാർപ്പസ് ഓവറിയാണ്. യൂണിലോക്കുലർ എന്ന് പറയുമ്പോൾ ഒരു യൂക്യൂലേ ഉള്ളൂ. സിൻകാർപ്പസ് എന്ന് പറയുമ്പോൾ കാർപ്പൽസ് എല്ലാം ഫ്യൂസ്ഡ് ആണ്. ഇവിടെ ഓവ്യൂൾ ഡെവലപ്പ് ഓൺ ദ ഇന്നർ വോൾ ഓഫ് ദ ഓവറി ഒരു പെരിഫറൽ പാർട്ട്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇവിടെ ദ ആസിസ് ഫോംസ് ഇൻ the peripheral part. The ovary becomes multi or multilocular due to the formation of false septum. Parietal placentation എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പെരിഫറൽ പാർട്ടിലായിട്ടായിരിക്കും നമ്മൾ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യൂണിലോക്കുലർ ആണ്, ഒറ്റ ലോക്യൂളാണുള്ളത്, അത് നമുക്ക് വേറെ ഒന്നുമില്ല. പിന്നെ സിൻകാർപ്പസ് ആണ്. ഇതിപ്പോൾ 3 ഓവ്യൂളുണ്ട്, 1 2 3. പക്ഷേ ഇവിടെ നമ്മൾ 3 ഓവ്യൂൾ ഉണ്ടെങ്കിലും ഓവ്യൂളിൻ്റെ എല്ലാ വാളും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് യൂണിലോക്കുലറായിട്ടാണ് കാണുന്നത്. പിന്നെ സിൻകാർപ്പസ് കണ്ടീഷനാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഫോൾസ് സെപ്റ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഇതിപ്പം എന്തായാലും മൾട്ടി കാർപ്പിലറി തന്നെയാണ്, കാരണം 3 കാർപ്പലൂടെ പ്രസൻ്റ് ആണ്. പക്ഷേ യൂണിലോക്കുലർ കണ്ടീഷനായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പേരാണ് പറൈറ്റൽ പ്ലാസൻറ്റേഷൻ. ഇത് നെക്സ്റ്റ് വൺ ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ആക്സിയൽ പ്ലാസൻറ്റേഷനും ഇവിടെ നമുക്ക് മറ്റേതിൽ നിന്ന് വ്യത്യാസമായിട്ട് ലോക്യൂൾസ് കാണാൻ പറ്റുന്നുണ്ട്. 1 2 3 3 ലോക്യൂൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത് മൾട്ടി ലോക്കുലർ, ഇതും സിൻകാർപ്പസ് തന്നെയാണ്. മൾട്ടി കാർപ്പിലറി സിൻകാർപ്പസ് ഗൈനീഷ്യമാണ്. ദ ഫ്യൂഷൻ ഓഫ് മാർജിൻ ഓഫ് കാർപ്പൽസ് ഗ്രോൺ ഇൻവേർഡ് ആൻഡ് മീറ്റ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ഓവറി.
ഇവിടെ നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ കാർപ്പൽസ് എല്ലാം കൂടി ഫ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഓവ്യൂൾസ് എല്ലാം സെൻറ്റർ ആക്സിസിലായിട്ടാണ് കാണുന്നത്. കാർപ്പൽസ് എല്ലാം ഫ്യൂസ്ഡ് ആണെങ്കിൽ നമുക്ക് മൾട്ടി ചേമ്പേർഡ് ആയിട്ടായിരിക്കും ആക്സിയൽ പ്ലാസൻറ്റേഷൻ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ചേമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് കാർപ്പലായിരിക്കും. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ എത്ര കാർപ്പലുള്ള പ്ലാന്റ് വെച്ചാൽ 3 കാർപ്പൽസ് ഉള്ള പ്ലാന്റ് ആണ് ഇത് ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ദെൻ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇത് സിൻകാർപ്പസ് ഗൈനീഷ്യൻ തന്നെയാണ്. ഓവറി യൂണിലോക്കുലർ ആണ്. ഓവ്യൂൾസ് ബോൺ ഓൺ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ഇവിടെ നമുക്ക് ആക്സിയൽ പ്ലാസൻറ്റേഷനിൽ കണ്ടതുപോലെ ഒരു സെപ്റ്റം ഫോർമേഷനോ ചേമ്പേർഡ് സ്ട്രക്ചറോ കാണാൻ പറ്റത്തില്ല. ബിഗിനിങ്ങിൽ നമ്മളൊരു ആക്സിയൽ പ്ലാസൻറ്റേഷൻ തോന്നുമെങ്കിൽ പിന്നീട് അതിൻ്റെ ചേമ്പറെല്ലാം മാറിയിട്ട് ഇങ്ങനെ കാണുന്നത്. അതായത് ഈ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ ഇപ്പോൾ നമുക്കിത് ക്രോസ് സെക്ഷൻ ആണല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഓവ്യൂളിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതെങ്ങനെയാണ് വരച്ച് കാണിക്കുക 3D ആയിട്ട് ഞാൻ നോക്കട്ടെ. ഇപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ സീഡ് ഇങ്ങനെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ വന്നിട്ട് ഈ സെൻറ്ററിലായിട്ട് ഇങ്ങനെയാവും ഇരിക്കുന്നത്. നമ്മളിത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ നടുക്കൊരു സെൻട്രൽ ഒരു കോളം പോലെ വന്നിട്ട് ആ കോളത്തിനുള്ളിലായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഇത് നെക്സ്റ്റ് വൺ സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ. ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് ഗൈനീഷ്യത്തിലാണ് ഓവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ടു ദ വാൾ ഓഫ് ദ ലോക്യൂൾ. അതായത് മൾട്ടി കാർപ്പലറിയാണ്, ഒരുപാട് ലോക്യൂൾസ് ഇങ്ങനെ ഉണ്ടാവും. ഈ ലോക്യൂളിൻ്റെ വോളിലാണ് നമ്മൾ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്ത് കാണുന്നത്. ഇതിനാണ് സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് വൺ ബേസൽ പ്ലാസൻറ്റേഷൻ. ഓവർ യൂണിലോക്കുലറാണ്. സിംഗിൾ ഓവ്യൂളായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്ന ബേസ് ഓഫ് ദ ഓവറിയുടെ ബേസിലായിട്ട്. ദിസ് വൺ. ഈ പ്ലാസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിനി ഓരോ ഫാമിലി പഠിക്കുമ്പോഴും ആ ഫാമിലിയുടെ ക്യാരക്ടറായിട്ട് ഏതാണ് പ്ലാസൻറ്റേഷൻ എന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ഇത് ചെറിയ ടോപ്പിക്കേ ഉള്ളൂ. താങ്ക് യു.